ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ സ്ട്രൈക്കറായ ദിമിത്രിയോസിനെ നഷ്ടമായത്. ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോക്ക് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല, ദിമിക്ക് പകരക്കാരനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. ഏകദേശം 3 മാസത്തോളം സമയം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ജീസസ് ജിമിനസിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലാണ് ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലേക്ക് എത്തിയത്. പക്ഷേ എല്ലാവിധ ആശങ്കകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ജീസസിന്റെ പ്രകടനം. മികച്ച പ്രകടനമാണ് അദ്ദേഹം തുടക്കം തൊട്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു കണക്കുകൾ ആദ്യം പരിശോധിക്കാം. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ അദ്ദേഹം 16 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് 12 ഗോൾ പങ്കാളിത്തങ്ങൾ അഥവാ 11 ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 41 ഡുവലുകൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 16 ചാൻസുകളും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ ഇപ്പോൾ ജീസസിന് കഴിയുന്നുണ്ട്. ഈ ISLലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിക്കൊണ്ട് മാറാൻ ഇപ്പോൾ ജീസസിന് കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പ് സ്കോറർ പട്ടികയിൽ 2ാം സ്ഥാനത്ത് ജീസസ് ആണ് ഉള്ളത്. 1ാം സ്ഥാനത്ത് അലാദീൻ അജാറെ വരുന്നു. 16 ഗോളുകളാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി നേടിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ജീസസ് ജിമിനസ്. 3ാം സ്ഥാനത്ത് സുനിൽ ഛേത്രി വരുന്നു, 11 ഗോളുകൾ. ഒഡീഷയുടെ ഡിയഗോ മൗറീഷ്യോ, അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ നിക്കോളാസ് കരേലിസ്, അതുപോലെ തന്നെ ഗോവയുടെ അർമാൻഡോ സാദിക്കു എന്നിവർ 9 ഗോളുകൾ വീതം നേടിക്കൊണ്ട് പിറകിലുണ്ട് എന്നുള്ളതാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു രക്ഷകനാണ് ജീസസ് ജിമിനസ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും വിട്ട് കളയരുത് എന്നുള്ളത് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനോട് നമുക്ക് പറയാനുള്ളത്. സമീപകാലത്ത് ഒരുപാട് മികച്ച സ്ട്രൈക്കർമാർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷെ 1-2 സീസണുകൾ കളിച്ചതിന് ശേഷം അവർ ക്ലബ്ബ് വിടുന്ന ഒരു പതിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജീസസിന്റെ കാര്യത്തിൽ ആ പതിവ് തെറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.